കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ അതുപോലെയുള്ള ബൈബിൾ സ്റ്റഡിയിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യങ്ങളാണ്. കഴിഞ്ഞ ആഴ്ചകളിലെ തിരുവചന ധ്യാനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി എന്ന് ഞാൻ കരുതുന്നു. ഈ രാത്രിയിലും നാം ഒരുമിച്ച് അല്പസമയം ദൈവസേനയിലായിരിക്കും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇന്ന് നമ്മൾക്ക് പഠിക്കുവാനുള്ളത് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 34 മുതലുള്ളതായ വാക്യങ്ങളാണ്. ടുഡേ we are going to study from Gospel of Matthew chapter 10 verse 34 onwards. ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത്. സമാധാനമല്ല, വാളത്രേ വരുത്തുവാൻ ഞാൻ വന്നത്. മനുഷ്യനെ തന്റെ അപ്പനോടും മകളെ അമ്മയോടും മരുമകളെ അമ്മായിയമ്മയോടും ഭേദിപ്പിപ്പാനത്രേ ഞാൻ വന്നത്. മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളാകും. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. തന്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും. എന്റെ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തിന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. നാം വായിച്ച ഈ വേദഭാഗം, ആദ്യം വായിച്ച ആ 34-ാമത്തെ വാക്യം അല്പം കൺഫ്യൂഷൻ വരുത്തുന്നതാണ്. ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നുവെന്ന് നിരൂപിക്കരുത്. സമാധാനമല്ല, വാളത്രേ വരുത്തുവാൻ ഞാൻ വന്നിരിക്കുന്നത്. ഇത് മറ്റൊരു വചനത്തിന്റെ കോൺട്രഡിക്ഷനായിട്ട് നമുക്ക് തോന്നാം. കാരണം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ എന്താ വായിക്കുന്നത്? ദൂതന്മാർ അനൗൺസ് ചെയ്തപ്പോൾ കർത്താവിന്റെ ജനനത്തെക്കുറിച്ച് അനൗൺസ് ചെയ്തിരിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. 2-ാം അധ്യായം ലൂക്ക് ചാപ്റ്റർ 2 വേഴ്സ് 14. അവിടെ എന്താ? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ആ കർത്താവ് ഇവിടെ പറയുകയാണ്, ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത്. സമാധാനമല്ല, വാളത്രേ വരുത്തുവാൻ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതെന്താ? കോൺട്രഡിക്ഷനാണോ? നമ്മുടെ കർത്താവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. അവൻ സമാധാന പ്രഭുവാണെന്നാണ് അവിടെയും പറഞ്ഞിരിക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ ഈ വാക്യത്തിന്റെ അർത്ഥം എന്താണ്? കർത്താവിനെ സ്നേഹിക്കുന്നതിനാൽ കുടുംബാംഗങ്ങളിൽ തന്നെ പലരും എതിർത്തെന്നു വരാം. പൂർണ്ണ സമർപ്പണത്തോടെ കർത്താവിനു വേണ്ടി ജീവിക്കുവാൻ ഒരു വ്യക്തി സമർപ്പിക്കുമ്പോൾ പലരും ശത്രുക്കളാകും. ഭവനത്തിൽ നിന്ന് തന്നെ എതിർപ്പുകൾ കടന്നു വരാം. അതിനെക്കുറിച്ചാണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിലെ വാക്യം അല്പം കൂടെ വിശദമായി ഒന്ന് ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഞാനതിന് ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ കൂടിയുള്ള ഒരു വാക്യം കൂടെ വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കുവാനിടയാകും. എന്താണ് നാം അവിടെ വായിക്കുന്നത്? ലൂക്ക് ചാപ്റ്റർ 2 verse 14. Glory to God in the highest, and on earth peace, goodwill toward men.
അവിടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഏഞ്ചൽസ് വെർ അനൗൺസിങ് പീസ്, ഗ്ലോറി ടു ഗോഡ് ഇൻ ഹയസ്റ്റ് ആൻഡ് ഓൺ എർത്ത് പീസ്, ഗുഡ് വിൽ ടുവേർഡ് മെൻ. മലയാളം നമ്മൾ വായിക്കുമ്പോൾ അല്പം വ്യത്യസ്തമായിട്ടാണ് നമ്മൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സമാധാനം, ഗുഡ് വിൽ ടുവേർഡ് മെൻ. മനുഷ്യരോട് ദൈവത്തിന് നല്ല മനസ്സ് എന്നാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സമാധാനം. കർത്താവ് സമാധാന പ്രഭുവാണ്. സമാധാനം നൽകുവാനാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. പഴയ നിയമത്തിൽ ദൈവം കോപിക്കുന്നതും ശിക്ഷിക്കുന്നതുമായ അനേക ഇൻസിഡന്റുകൾ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ കർത്താവ് യേശുക്രിസ്തു കടന്നു വന്നതോടുകൂടെ ആ കോപം, ദൈവത്തിൻ്റെ മനുഷ്യരോടുള്ള കോപം ദൈവം മാറ്റി. എങ്ങനെയാണത് മാറ്റിയത്? കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപത്തിന് പരിഹാരം വരുത്തുവാനാണ്. ഹീ പെയ്ഡ് ഇൻ ഫുൾ. പാപത്തിന് അവൻ പൂർണ്ണമായിട്ട് പരിഹാരം വരുത്തി. നമ്മളുടെ വീണ്ടെടുപ്പ് വില കൊടുത്തു. ദൈവത്തിന് മനുഷ്യരോട് കോപമായിരുന്നു. നാം റോമാലേഖനം 5-ാം അധ്യായത്തിൽ വായിക്കുന്നത്, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ബലഹീനരും അഭക്തരും പാപികളും ശത്രുക്കളുമായിരുന്നു മനുഷ്യരെന്നാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തു കടന്നു വന്ന് പാപങ്ങൾക്ക് പരിഹാരം വരുത്തി വീണ്ടെടുപ്പ് വില കൊടുത്തതോടുകൂടെ ദൈവത്തിന്റെ കോപം തീർന്നു. പാപത്തിന് എല്ലാവർക്കും പാപത്തിന് പരിഹാരം വരുത്തി. ഇപ്പോൾ മനുഷ്യര് എന്തുകൊണ്ടാണ് നരകത്തിൽ പോകുന്നത്? അവർ ചെയ്ത പാപത്തിന്റെ ഫലമായിട്ടാണോ? പെട്ടെന്ന് പറഞ്ഞാൽ അല്ല. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ എന്നെ സംശയിക്കുമായിരിക്കും, പാപത്തിന്റെ ഫലമായിട്ടല്ലേ മനുഷ്യർ നരകത്തിൽ പോകുന്നത്? അല്ലെന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. കാര്യം, കർത്താവായ യേശുക്രിസ്തു കടന്നു വന്നത് സകല മനുഷ്യവർഗത്തിന്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാനാണ്. പാപത്തിന് പരിഹാരം വരുത്തി വീണ്ടെടുപ്പ് വില കർത്താവ് കൊടുത്തു. ഇനിയും ആരെങ്കിലും നരകത്തിൽ പോകുന്നെങ്കിൽ കർത്താവ് കൊടുത്ത വീണ്ടെടുപ്പ് വില സ്വീകരിക്കാതെ റിജക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ, ഇന്ന് മനുഷ്യൻ നരകത്തിൽ പോകുന്നത് പാപത്തിന്റെ ഫലമായിട്ടല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാത്തത് കൊണ്ടാണ്. പാപത്തിന് യേശു ക്രൂശിൽ പരിഹാരം വരുത്തി. എല്ലാവർക്കും വേണ്ടി യേശു വീണ്ടെടുപ്പ് വില കൊടുത്തു. പൂർണ്ണമായി പരിഹാരം വരുത്തിയിരിക്കുകയാണ്. എന്നാൽ ഒരു വ്യക്തി പറയുക, എനിക്കത് വേണ്ട, ഞാൻ സ്വീകരിക്കത്തില്ല എന്നു പറഞ്ഞ് മനസ്സോടെ അവനത് തള്ളിക്കളയുകയാണെങ്കിൽ, യേശുവിനെ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ കർത്താവരെ നരകത്തിലേക്ക് തള്ളിയിടും. അവരുടെ പാപം കൊണ്ടല്ല. കർത്താവ് എല്ലാവരെയും സ്നേഹിക്കുന്നു. വിശ്വാസികളെയും സ്നേഹിക്കുന്നു, ലോക മനുഷ്യരെയും സ്നേഹിക്കുന്നു, തെറ്റ് ചെയ്യുന്നവരെയും സ്നേഹിക്കുന്നു. എല്ലാവരെയും ദൈവം സ്നേഹിക്കുകയാണ്. ദൈവത്തിന്റെ കോപം മാറി. ദൈവം കോപിക്കുന്നില്ല. ഇപ്പോൾ പലയിടങ്ങളിലും വലിയ വൈൽഡ് ഫയർ, തീ പിടിച്ചിട്ട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. വേറെ ചിലയിടങ്ങളിൽ വലിയ സുനാമി അടിക്കുന്നു, പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു. പെട്ടെന്ന് നമുക്ക് തോന്നും ഇതെല്ലാം ദൈവത്തിന്റെ കോപമാണെന്ന്. അല്ല, ദൈവത്തിന് ആരോടും കോപമില്ല. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹമാണ് എല്ലാവരോടുമുള്ളത്. എന്നാൽ മനുഷ്യരുടെ തെറ്റുകൾക്ക് പരിണിത ഫലം അവർക്ക് ലഭിക്കുന്നു. അവർ യേശുവിനെ സ്വീകരിക്കാത്തത് കൊണ്ട് അവര് നരകത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ
സമാധാനം, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു എന്ന് പറഞ്ഞ കർത്താവ് സ്വർഗത്തിലെ സമാധാനം ഭൂമിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ആ കർത്താവിനെ സ്വീകരിക്കുന്ന എല്ലാവർക്കും ആ സമാധാനം ലഭിക്കും. എന്നാൽ ആ കർത്താവിനെ സ്വീകരിക്കാതെ റിജക്റ്റ് ചെയ്യുന്നവർക്ക് സമാധാനം ലഭിക്കത്തില്ല. സമാധാനം എന്ന് നമ്മൾ പറയുമ്പോൾ ഞാൻ നേരത്തെ ഓർപ്പിച്ചു, ദൈവത്തോട് സമാധാനമുണ്ട്, ദൈവത്തിന്റെ സമാധാനമുണ്ട്. ദൈവത്തോടുള്ള സമാധാനം ഒരു വ്യക്തി യേശു എന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി ക്രൂശിൽ എനിക്ക് വേണ്ടി മറുവിലയായി തീർന്നു, വീണ്ടെടുപ്പ് വില കൊടുത്തു എന്ന് വിശ്വസിക്കുമ്പോൾ ദൈവം അവനും ദൈവമായിട്ട് നിരപ്പ് വരികയാണ്. റിക്കൺസിലിയേഷൻ, നിരപ്പ് വരികയാണ്. പിന്നെ ശത്രുതയില്ല. ആ ശത്രുതയില്ലാതാകുമ്പോഴേക്കും മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു സമാധാനം വരികയാണ്. അതാണ് ദൈവത്തിന്റെ സമാധാനം. ദൈവത്തോട് സമാധാനമായ എല്ലാവർക്കും അവരുടെ ഹൃദയത്തിലും സമാധാനമുണ്ട്. അവർക്ക് മറ്റുള്ളവരോടും സമാധാനമായിരിക്കുവാൻ കഴിയും. അതാണ് ദൈവത്തിന്റെ സമാധാനം, ദൈവത്തോടുള്ള സമാധാനം എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. നമ്മോട് ആരോടും ദൈവത്തിന് കോപമില്ല. ഗോഡ് ഈസ് നോട്ട് അപ്സെറ്റ് വിത്ത് എനി ഓഫ് അസ്. നമ്മളോട് ആരോടും ദൈവം കോപിക്കുന്നില്ല. ദൈവം സ്നേഹമാണ്. പഴയ നിയമത്തിലാണ് ആ ദൈവത്തിന്റെ കോപത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്. ഇന്ന് ദൈവം സ്നേഹിക്കുന്നു, എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കാതെ സമാധാനമില്ലാതെ നരകത്തിലേക്ക് പോകുന്ന ആളുകൾ, ഞാൻ നേരത്തെ ഓർപ്പിച്ചത് വീണ്ടും ഓർപ്പിക്കട്ടെ, അവർ യേശുവിനെ റിജക്റ്റ് ചെയ്യുന്നത് കൊണ്ട് നരകത്തിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഈ യേശുവിനെ സ്വീകരിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനം ഉള്ളത്, സമാധാനമായിരിക്കാൻ നമുക്ക് കഴിയുന്നത് അതുകൊണ്ടാണ്. എന്നാൽ ഇതുവരെയും ആ ദൈവിക സമാധാനം പ്രാപിക്കുവാൻ കഴിയാതെ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ഇന്ന് ഈ വചനത്തിലൂടെ എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, നിങ്ങൾ ആര് തന്നെയാണെങ്കിലും നിങ്ങളുടെ ജീവിതം പാപത്തിൽ കൂടെ പോകുന്ന ഒരു അനുഭവമാണെങ്കിലും ദൈവം നിങ്ങളോട് കോപിച്ചിരിക്കുന്നില്ല, ദൈവം നിങ്ങളോട് അപ്സെറ്റ് അല്ല, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം ആ വീണ്ടെടുപ്പ് വില കൊടുത്തത് നിങ്ങൾ അംഗീകരിച്ചിട്ട് ആ യേശുവിനെ നിങ്ങൾ സ്വീകരിക്കുക. യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയുടെ ആഗ്രഹം യേശുവിന് പ്രസാദകരമായി ജീവിക്കണമെന്നുള്ളതായിരിക്കും. പിന്നെ അവർ ആ പാപ വഴികളിലേക്ക് പോകുവാൻ ഇഷ്ടപ്പെടുകയില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ നമ്മൾ പിന്നെയും പാപം ചെയ്തുകൊണ്ടിരിക്കുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം എന്നോട് എന്റെ അകൃത്യങ്ങളും പാപങ്ങളും എല്ലാം ക്ഷമിച്ചു തന്നല്ലോ എന്നോർത്ത് നാം ദൈവത്തെ സേവിക്കുകയും ദൈവത്തെ ബഹുമാനിക്കുകയും ആ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ നമ്മൾ തീരുമാനിക്കുകയും ചെയ്യും. പിന്നെ ആ പഴയ വഴികളിലേക്ക് പോകുവാൻ നമുക്ക് ഇഷ്ടം തോന്നുകയില്ല. അതാണ് യഥാർത്ഥമായിട്ട് വീണ്ടും ജനിച്ച ഒരാളുടെ പ്രത്യേകത. താഴെ നമ്മൾ വായിക്കുന്നുണ്ട്, മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളാകും എന്ന് പറഞ്ഞാൽ, പൂർണ്ണമായി യേശുവിനെ സ്വീകരിക്കുവാനായിട്ട് ഒരു വ്യക്തി തീരുമാനിക്കുമ്പോൾ അവരുടെ വീട്ടിലുള്ളവർ പോലും പല ചിന്താഗതികളുള്ളവരാണ്. അതിനോട് യോജിക്കാതെ അവര് ശത്രുതയിൽ ആയി എന്ന് വന്നേക്കാം എന്നാണ് കർത്താവ് പറഞ്ഞത്. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല, തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ, നമ്മുടെ മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ വെറുക്കണമെന്നോ സ്നേഹിക്കണ്ട എന്നോ അതിനർത്ഥമില്ല. അതിന്റെ അർത്ഥം ദൈവത്തെ ആണ് ഏറ്റവും അധികം സ്നേഹിക്കുവാൻ നമുക്കെല്ലാവർക്കും കടപ്പാടുള്ളത്. ദൈവത്തെക്കാൾ അധികം നമ്മൾ ആരെയും സ്നേഹിക്കുവാൻ ഇടയാകരുത്. ഒന്നാം സ്ഥാനം നമ്മൾ ദൈവത്തിനാണ് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ ദൈവത്തെ സേവിക്കുവാൻ ഇറങ്ങുമ്പോൾ, തീരുമാനിക്കുമ്പോൾ, കുടുംബാംഗങ്ങൾ തന്നെ നമുക്ക് ശത്രുക്കളായാലും അവരെ പ്ലീസ് ചെയ്യുവാനായിട്ട് ദൈവത്തെ സേവിക്കുന്നത് നമ്മൾ
വിട്ടുകളയുവാൻ ആവശ്യമില്ല. നമ്മൾക്ക് ഏറ്റവും അധികം കടപ്പാടും സ്നേഹവും ഉണ്ടായിരിക്കേണ്ടത് നമ്മുടെ ദൈവത്തോടാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല എന്ന് പറയുന്നതിന്റെ താല്പര്യം, കർത്താവിനെ നമ്മൾ സേവിക്കാൻ ഇറങ്ങുമ്പോൾ നിന്ദകളും അപമാനങ്ങളുമൊക്കെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കാം. അതാണ് നമ്മുടെ ജീവിതത്തിലെ ക്രൂശ് എന്ന് നമ്മൾ പറയുന്നത്. തന്റെ ജീവനെ കണ്ടെത്തുന്നവൻ അതിനെ കളയും, എന്റെ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. ഇത് യേശുവിനെ തങ്ങളുടെ ജീവനേക്കാൾ അധികം സ്നേഹിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലെ കാര്യങ്ങൾ തന്നെ നമ്മൾ ചിന്തിച്ചാൽ അനേക മാസങ്ങൾ ജയിലറകളിൽ കിടന്നിട്ട് അന്യായമായി കേസ് വിസ്താരങ്ങളൊക്കെ നടത്തി പിന്നെയും അവർ കുറ്റക്കാരാണെന്ന് പറഞ്ഞ് അവരെ പീഡിപ്പിക്കുന്നതായ സംഭവങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവർ യേശുവിന് വേണ്ടി അതെല്ലാം സഹിക്കുന്നത്? അവരുടെ ജീവനേക്കാൾ കൂടുതൽ യേശുവിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ആ ദൈവമക്കളെ ദൈവം ബലപ്പെടുത്തുവാനും ദൈവത്തിന്റെ ഇഷ്ടമാണെങ്കിൽ ദൈവം ആ ജാതികളുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിച്ച് തന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും നമ്മൾ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരാണ്. നമ്മൾ കർത്താവിന്റെ നാമം പരസ്യമായി ഏറ്റുപറയണമെന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ഏറ്റുപറയുമ്പോൾ നിന്ദകളും പ്രതികൂലങ്ങളും ഒരുപക്ഷെ കടന്നു വന്നു എന്നിരിക്കാം. അതെല്ലാം ഈ കർത്താവിനെ അനുഗമിക്കുന്ന കൂട്ടത്തിൽ ഉള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. താഴെ നമ്മൾ വായിക്കുന്നു, നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തിന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കൊടുക്കുന്നതിന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യഥാർത്ഥമായി കർത്താവിനാൽ അയക്കപ്പെട്ടതായ ആ ശുശ്രൂഷകരെ, അഭിഷക്തന്മാരെ നമ്മൾ സ്വീകരിക്കുകയും അവരെ നമ്മൾ ബഹുമാനിക്കുകയും ചെയ്യണം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രസാദം, അനുഗ്രഹം നമുക്ക് ലഭിക്കുവാൻ ഇടയാകും എന്ന് ദൈവവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ഒരു കാര്യം പഠിച്ചാൽ ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരിക്കൽ ദാവീദ് തന്റെ ഭൃത്യന്മാരെ അമോര്യരുടെ ദേശത്തേക്ക് അയച്ചതിനെ കുറിച്ച് നമ്മൾ ശമൂവേലിന്റെ 2-ാം പുസ്തകത്തിൽ വായിക്കുന്നതായ ഒരു ചരിത്രമുണ്ട്. അതിന്റെ കാര്യമെന്ന് പറയുന്നത്, അമോന്യരുടെ രാജാവ് മരിച്ചു. അദ്ദേഹത്തിന്റെ പേര് നാഹാശ് എന്നായിരുന്നു. ആ നാഹാശ് മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മകനായ ഹാനൂൻ രാജാവായിട്ട് രാജ്യത്വം ഏറ്റെടുത്തു. അപ്പോൾ ദാവീദ് വിചാരിച്ചു, ഈ അമോര്യരുടെ രാജാവായ നാഹാശിനോട് ഞാൻ സഹകരിച്ചതുപോലെ, എന്നോട് സഹകരിച്ചതുപോലെ ഈ മകനും സഹകരിക്കും. എനിക്ക് ആ മകനോട് ആശ്വാസ വാക്കുകൾ പറയണം എന്ന് പറഞ്ഞ് തന്റെ ഭൃത്യന്മാരെ പറഞ്ഞയച്ചു. ദാവീദ് ഇപ്രകാരം പറയുന്നു എന്ന് പറഞ്ഞ് ആശ്വാസ വാക്കുകൾ പറയുവാനാണ് ഭൃത്യന്മാരെ ഹാനൂന്റെ അരികിലേക്ക് അയച്ചത്. നമ്മൾ അത് വായിക്കുന്നത് 2 രാജാക്കന്മാർ 10-ാം അധ്യായത്തിൽ ഉള്ള സംഭവമാണ് ഞാൻ പറയുന്നത്. എന്നാൽ ഈ മനുഷ്യൻ എന്താ ചെയ്തത്? ഈ രാജാവ് ഹാനൂന്റെ ഭൃത്യന്മാര് പറഞ്ഞു, ഈ ദാവീദ് ഇങ്ങനെ ചെയ്തത് നിന്നോടുള്ള സ്നേഹത്തിലൊന്നുമല്ല, ഉറ്റുനോക്കുവാനാണ് വന്നത് എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ഈ ഹാനൂൻ ഈ ദാവീദ് അയച്ച ഭൃത്യന്മാരെ അപമാനിച്ചു വിട്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അത് കേട്ടപ്പോൾ ദാവീദിന് ഭയങ്കര കോപമായി. അതൊരു വലിയ യുദ്ധത്തിനു വേണ്ടി വഴിയൊരുക്കുവാൻ കാരണമായി എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. ലോകപ്രകാരമുള്ള ഒരു സംഭവമാണ് നമ്മൾ അവിടെ വായിച്ചത്. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി ദൈവം അയച്ചിരിക്കുന്ന തന്റെ ഭൃത്യന്മാരെയും നമ്മൾ റിജക്റ്റ് ചെയ്താൽ ദൈവത്തിനത് പ്രസാദകരമല്ല എന്നുള്ളത് നമ്മൾ ഈ വചനത്തിലൂടെ മനസ്സിലാക്കണം. അപ്പോൾ തന്നെ അവരെ വിവേചിച്ച്
റിയലായിട്ടും ദൈവത്തിന്റെ അഭിഷക്തന്മാര് തന്നെയാണോ എന്ന് നമ്മൾ തിരിച്ചറിയുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതും ആവശ്യമുണ്ടെന്നുള്ള കാര്യം ഞാൻ മറക്കുന്നില്ല. സ്തോത്രം. അടുത്ത ഭാഗത്തേക്ക് കടക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായമാണ് തുടർന്ന് നമുക്ക് ചിന്തിക്കുവാനുള്ളത്. മാത്യു ചാപ്റ്റർ 11 അതാണ് നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. യേശു തന്റെ 12 ശിഷ്യന്മാരോട് കൽപ്പിച്ച ശേഷം അതത് പട്ടണങ്ങളിൽ ഉപദേശിക്കുവാനും പ്രസംഗിക്കുവാനും അവിടെ നിന്ന് പുറപ്പെട്ടു പോയി. 10-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടല്ലോ, യേശു തന്റെ ശിഷ്യന്മാരെ ശക്തിയും അധികാരവും കൊടുത്ത് അയച്ചതിനെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം യേശു ഉപദേശിക്കുവാനും പ്രസംഗിക്കുവാനുമായിട്ട് അവിടെ നിന്നും പുറപ്പെട്ടു പോയി എന്ന് നമ്മൾ വായിക്കുന്നു. 2-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ കാണുന്നത്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണ്, കർത്താവ് തനിയെയാണ് മനുഷ്യവർഗത്തിന്റെ രക്ഷ പൂർത്തീകരിച്ചത്. എന്നാൽ ആ രക്ഷയുടെ സന്ദേശം ലോകത്തോട് അറിയിക്കുവാൻ കർത്താവിന് മനുഷ്യരുടെ സഹകരണം, പ്രവർത്തനം ആവശ്യമാണ്. അതിനാണ് ശിഷ്യന്മാരെ കർത്താവ് അയച്ചത്. അതുകൊണ്ട് കർത്താവ് ശുശ്രൂഷ നിർത്തിയില്ല. കർത്താവും തന്റെ ശുശ്രൂഷ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. പ്രസംഗിക്കുവാനും ഉപദേശിക്കുവാനും അവിടെ നിന്ന് പുറപ്പെട്ടു പോയി. അടുത്ത നമ്മൾക്ക് വായിക്കുന്നത്, യോഹന്നാൻ കാരാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ടിട്ട് തന്റെ ശിഷ്യന്മാരെ അയച്ചു. വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കയോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മത്തായിയുടെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ 4-ാം അധ്യായത്തിൽ ഒരു വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്. 12-ാം വാക്യത്തിൽ, യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറെ അവൻ ഗലീലയ്ക്ക് വാങ്ങിപ്പോയി നസ്രേത്ത് വിട്ട് സെബൂലുന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കബർദവൂമിൽ ചെന്ന് പാർത്തു. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ തടവിലായി എന്ന് യേശു കേട്ടു. നമ്മൾ അത് പഠിച്ചതാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നു, യോഹന്നാൻ തടവിൽ തന്നെ കിടക്കുക. എന്തിനാണ് യോഹന്നാൻ സ്നാപകനെ തടവിലാക്കിയത്? അതിനെക്കുറിച്ച് നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും വ്യക്തമായി വായിക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 6-14 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഹേരോദ തന്റെ സഹോദരനായ പീലിപ്പോസിന്റെ ഭാര്യ ഹേരോദ്യയെ പരിഗ്രഹിച്ചതുകൊണ്ട് അവൾ നിമിത്തം ആളയച്ച് യോഹന്നാനെ പിടിച്ച് തടവിലാക്കിയിരുന്നു. മർക്കോസ് 6-16 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ഇനിയും ലൂക്കോസ് 3:19 നമ്മൾ വായിക്കുന്നത് എന്താണ്? ലൂക്കോസ് 3:19, എന്നാൽ ഇടപ്രഭുവായ ഹേരോദാവ് സഹോദരന്റെ ഭാര്യ ഹേരോദ്യ നിമിത്തം ഹേരോദാവ് ചെയ്ത സകല ദോഷങ്ങൾ നിമിത്തം യോഹന്നാൻ അവനെ ആക്ഷേപിക്കിയാൽ അതെല്ലാം ചെയ്തതുകൂടാതെ അവനെ തടവിലാക്കുകയും ചെയ്തു. അപ്പൊ യോഹന്നാനെ തടവിലാക്കിയത് എന്തിനാണെന്നാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്. യോഹന്നാൻ സ്നാപകന്റെ എന്തെങ്കിലും തെറ്റുകൊണ്ടല്ല. ഇടപ്രഭുവായ ഹേരോദാവ് തന്റെ സഹോദരന്റെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യിച്ച ശേഷം അവളെ വിവാഹം കഴിച്ചു. എന്നാൽ യോഹന്നാൻ സ്നാപകൻ അതിനെതിരായിട്ട് സംസാരിച്ചു. നീ അത് ചെയ്തത് തെറ്റാണ്, അന്യായമായിട്ടാണ് അങ്ങനെ ഡിവോഴ്സ് ചെയ്യിച്ച് അവളെ വിവാഹം കഴിച്ചത്. നീ ചെയ്യുന്നത് ദോഷപ്രവൃത്തിയാണെന്ന് യോഹന്നാൻ സ്നാപകൻ ധൈര്യമായിട്ട് പറഞ്ഞു. ഇത് ഈ സഹോദരന്റെ ഭാര്യയായ ഹേരോദ്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അവള് പക വെച്ചുകൊണ്ട് എങ്ങനെങ്കിലും ഈ യോഹന്നാനെ നശിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, നിങ്ങൾ ആ വാക്യം വായിച്ചാൽ മനസ്സിലാകും, ഹേരോദാവിന്റെ ജനനോത്സവത്തിൽ ധാരാളം ആളുകളെ അദ്ദേഹം, പ്രധാനപ്പെട്ട ആളുകളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഈ ഹേരോദ്യയുടെ മകൾ, ടീനേജറായ ഒരു പെണ്ണ്, ആ ആളുകൾക്കെല്ലാം ആകർഷണമായ രീതിയിൽ ഒരു ഡാൻസ് അങ്ങ് നടത്തി. ആ ഡാൻസ് നടത്തിയപ്പോൾ ഹേരോദാവിന്റെ ഹൃദയം
അവൾ കവർന്നു കളഞ്ഞു. പെട്ടെന്ന് അവനൊരു ഒരു 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 കാര്യം അങ്ങ് ഡിക്ലെയർ ചെയ്തു. നീ ആഗ്രഹിക്കുന്നത് എന്തോ വേണമെങ്കിലും ചോദിച്ചു, രാജ്യത്തിന്റെ പകുതിയാണെങ്കിലും ഞാൻ തന്നേക്കാം. ഇത് കയറി അങ്ങ് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ പെൺകുട്ടിക്ക് ടീനേജർ, അവൾക്കൊന്നും അറിയത്തില്ല. അവൾ പെട്ടെന്ന് പോയി അമ്മയോട് ചോദിച്ചു, രാജാവ് ഇങ്ങനെ ഒരു ഓഫർ പറയുന്നുണ്ട്, ഞാൻ എന്തോ ചെയ്യണം, എന്ത് ചോദിക്കണം? അപ്പോൾ ഈ ഹെരോദ്യ പറഞ്ഞു കൊടുത്തു. അവൾ യോഹന്നാൻ സ്നാപകനോട് പകവെച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അവൾ പറഞ്ഞു, യോഹന്നാൻ സ്നാപകന്റെ തല ഒരു താലത്തിൽ തരണമെന്ന് പറയാൻ പറഞ്ഞു. ആ കൊച്ചോടി വന്ന് രാജാവിനോട് പറഞ്ഞു, ഇതാണ് എൻ്റെ ആഗ്രഹം, യോഹന്നാൻ സ്നാപകന്റെ തല ഒരു താലത്തിൽ തരണമെന്ന്. ഹെരോദാവ് ആ ജനങ്ങളുടെ എല്ലാം മുൻപിൽ വെച്ച് പറഞ്ഞ ഒരു പ്രോമിസാണ്. അയാൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമില്ലെങ്കിലും അത് മാറ്റാൻ പറ്റത്തില്ല, അങ്ങനെ ചെയ്യേണ്ടി വന്നു. അങ്ങനെ യോഹന്നാൻ സ്നാപകന്റെ തല താലത്തിൽ കൊടുക്കേണ്ടി വന്നു എന്നുള്ളത് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ചിലർക്കെങ്കിലും ഒരു സംശയം തോന്നും, യോഹന്നാൻ സ്നാപകൻ യേശുവിന് വഴിയൊരുക്കുവാൻ ദൈവത്താൽ അയക്കപ്പെട്ടവനല്ലേ? അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ദൈവം എന്തിനാണ് അങ്ങനെ അനുവദിച്ചത്? നല്ല മനുഷ്യർ എന്തുകൊണ്ടാണ് സഫർ ചെയ്യുന്നത്? വൈ ഗോഡ്ലി പീപ്പിൾ സഫർ, അൺഗോഡ്ലി പീപ്പിൾ പ്രോസ്പർ. ദൈവത്തെ അറിയാത്തവരൊക്കെ അഭിവൃദ്ധി പ്രാപിക്കുന്നു, ദൈവത്തെ അറിയുന്നവർക്ക് പലർക്കും കഷ്ടമാണ്. ഇതെന്തുകൊണ്ടെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ധാരാളമുണ്ട്. വേദപുസ്തകത്തിലും പലർക്കും ആ കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. ഈവൻ ആസാബ് തന്റെ സങ്കീർത്തനത്തിൽ അത് ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കൈകളെ ആ ശുദ്ധവെള്ളത്തിൽ കഴുകിയതുകൊണ്ട് എന്താണ് പ്രയോജനം? എനിക്കെന്നും കഷ്ടമേ ഉള്ളൂ. അതേസമയം ദൈവത്തെ അറിയാത്തവർ നോക്കുക, പുഷ്ടി കൊണ്ട് അവരുടെ കണ്ണുന്തി നിൽക്കുകയാണ്, അവർക്കൊരു കഷ്ടവുമില്ല എന്നൊക്കെ പറഞ്ഞ് പരാതി പറയുന്നുണ്ട്. അതുപോലെ യിരെമ്യാവിന് പോലും ആ ഒരു സംശയം വന്നിട്ടുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന്. ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിൽ യോഹന്നാനെ യാക്കോബിനെ ഹെരോദാവ് പിടിച്ച് തടവിലാക്കി അദ്ദേഹത്തെ കൊന്നു എന്ന് നമ്മൾ വായിക്കുന്നു. യോഹന്നാന്റെ സഹോദരനെ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. അതിന് ശേഷം പത്രോസിനെയും പിടിച്ച് കാരാഗ്രഹത്തിലിട്ടു. അവനെയും കൊല്ലാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അടുത്ത ദിവസം ജയിൽ വസ്ത്രമൊക്കെ ധരിപ്പിച്ച് കൈകളും കാലുകളുമൊക്കെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് ജനത്തിന്റെ മുമ്പിൽ ലജ്ജിതനായി നിർത്തുവാനായിട്ട് അവൻ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. കൊല്ലുന്ന പദ്ധതികളൊക്കെ അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ദൈവമക്കൾ മുട്ടിപ്പായി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നുവെന്നും ദൈവം തന്റെ ദൂതനെ അയച്ച് പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ചു എന്നും നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, യാക്കോബിനെ വാളുകൊണ്ട് കൊല്ലുവാൻ എന്തുകൊണ്ട് ദൈവം അനുവദിച്ചു? പത്രോസിനെ വിടുവിക്കുവാൻ ദൈവം എന്തുകൊണ്ട് പ്രവർത്തിച്ചു? പത്രോസിന് വേണ്ടി പ്രവർത്തിച്ച ദൈവമക്കൾ യാക്കോബിന് വേണ്ടി പ്രാർത്ഥിച്ചില്ലായിരുന്നുവോ? ഞാൻ നിശ്ചയമായിട്ട് വിശ്വസിക്കുന്നു അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ദൈവത്തിന്റെ പദ്ധതി പ്രകാരമുള്ള ശുശ്രൂഷ തികയ്ക്കുന്നതിന് മുമ്പ് ശത്രുക്കൾക്ക് ആരെയും ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. എന്നാൽ അവരുടെ ശുശ്രൂഷ തികച്ചതുകൊണ്ട് ദൈവം അവർ മരിക്കുവാൻ അനുവദിച്ചു. യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷ അതേ ഉള്ളായിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിന് വരുവാൻ വഴിയൊരുക്കുക എന്നുള്ളതായിരുന്നു. അദ്ദേഹത്തിന്റെ ശുശ്രൂഷ തികച്ചു. അതിനുശേഷം അദ്ദേഹത്തെ കൊല്ലുവാനായിട്ട് ദൈവം അനുവദിച്ചു കൊടുത്തു എന്ന് വേണേൽ പറയാം. എന്നാൽ ദൈവത്തിന്റെ ജനത്തെ ദൈവത്തിന്റെ പ്ലാൻ കൂടാതെ ഒന്നും ചെയ്യുവാൻ ശത്രുക്കൾക്ക് പോലും സാധ്യമല്ല. അതുകൊണ്ടാണ് പത്രോസിനെ ലജ്ജിതനാക്കി ജനത്തിന്റെ മുൻപിൽ നിർത്തുവാൻ ശ്രമിച്ചത്. ആളുകളുടെ മുമ്പിൽ ചോദ്യം ചെയ്തിട്ട് പറഞ്ഞു വിടാൻ വേണ്ടിയല്ല, തല കുനിപ്പിച്ച് ജയിൽ വസ്ത്രവും ഇട്ട് ചങ്ങലയിൽ വന്ന് ജനങ്ങളുടെ മുമ്പിൽ നാണം കെടുത്തി കൊല്ലാനാ. പക്ഷേ അതിന്റെ തലേ രാത്രിയിൽ
ദൈവം അവനെ അത്ഭുതകരമായി ദൂതനെ അയച്ചു വിടുവിച്ചതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവം അനുവദിക്കാതെ ദൈവജനത്തെ തൊടുവാൻ ദൈവം അനുവദിക്കുകയില്ല എന്നുള്ളത് നാം ശ്രദ്ധയോടെ മനസ്സിലാക്കണം. ഇയ്യോബിനെ കുറിച്ച് തന്നെ നമ്മൾ പഠിക്കുന്നതല്ലേ, പിശാച് ആവശ്യപ്പെട്ടപ്പോൾ ആ പിശാചിന്റെ തന്നെ വായടയ്ക്കുവാൻ ദൈവം അനുവാദം കൊടുത്തു. പക്ഷേ അവനോട് പറഞ്ഞിരുന്നു, നിനക്കൊരു ലിമിറ്റുണ്ട്, ഒരു അറുതിയുണ്ട്. ഈ പരിധി വിട്ട് നിനക്ക് അവനെ തൊടുവാൻ സാധ്യമല്ല, അവന്റെ പ്രാണനെ തൊടുവാൻ അനുവാദമില്ല. അപ്പോൾ ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും കടന്നു വരുന്നില്ല. ചിലപ്പോൾ ചില കാര്യങ്ങൾ ദൈവം തന്നെ അനുവദിക്കും. എന്തിനാണ് ദൈവം ചില കാര്യങ്ങൾ അനുവദിക്കുന്നത്? നമ്മൾ ഒരു കാര്യം നമ്മൾ ഈ സുവിശേഷത്തിൽ പഠിക്കും. കർത്താവ് ശിഷ്യന്മാരെ അക്കരയ്ക്ക് പോകുവാനായിട്ട് നിർബന്ധിച്ചു. കർത്താവ് തനിയെ മലയിൽ പോയി പ്രാർത്ഥിച്ചു. യേശുവിന് അറിയാമായിരുന്നു ശിഷ്യന്മാർ പോകുമ്പോൾ കാറ്റടിക്കുമെന്നും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും. യേശുവിന് വേണമെങ്കിൽ ആ സമയം കഴിഞ്ഞിട്ട് വേറൊരു സമയത്ത് അവരെ വിടാമായിരുന്നു. പക്ഷേ കർത്താവ് എന്തിനാണ് ഇവരെ അങ്ങനെ ആ സമയത്ത് അയച്ചത്? അവര് പടക് കയറി പോകുകയാണ്. കടക് കരവിട്ട് പല നാഴിക ദൂരത്തായെന്ന് നമ്മൾ വായിക്കുന്നത്. കടലിന്റെ നടുവിലായി. രാത്രിയോ ഇറ്റ് വാസ് മിഡ് നൈറ്റ്. ദേ വെയർ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദാറ്റ് സീ. അവര് നിലവിളിച്ചാൽ പോലും ആരും കേൾക്കത്തില്ല. എന്നാൽ യേശു പ്രാർത്ഥന കഴിഞ്ഞിട്ട് വെള്ളത്തിന്മീതെ നടന്ന് അവരുടെ അരികിലേക്ക് വന്നു. അർദ്ധരാത്രിയിൽ അത് കണ്ടപ്പോൾ അവർക്ക് തോന്നി ഭൂതം വരികയാണെന്ന്. ആർക്കാണെങ്കിലും അങ്ങനെ തോന്നിപ്പോകും. പക്ഷേ യേശു പറഞ്ഞു, പേടിക്കേണ്ട, ഭൂതമല്ല, ഞാനാകുന്നെന്ന് യേശു പറഞ്ഞു. അപ്പോൾ പത്രോസ് പറയുകയാണ്, യേശുവേ, നീ ആകുന്നെങ്കിൽ ഞാനും വെള്ളത്തിൽ കൂടെ നിന്റെ അരികിലേക്ക് വരുവാൻ കൽപ്പിക്കണമെന്ന്. അപ്പോഴവിടെ കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്താണ്? കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില നാളുകൾക്ക് ശേഷം കർത്താവ് അവരെ വിട്ടുപോകും. കർത്താവ് ചെയ്ത ശുശ്രൂഷ തന്നിൽ വിശ്വസിക്കുന്ന തന്റെ ശിഷ്യന്മാരും ചെയ്യണമെന്നുള്ളത് കർത്താവിന്റെ ആഗ്രഹമാണ്. അതിനുവേണ്ടി ദൈവം അവരെ ഒരുക്കുകയായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ. നമ്മുടെ ജീവിതത്തിലും പലതും പിശാച് പ്രവർത്തിക്കുകയാണെന്ന് നമ്മൾ വിചാരിക്കുന്നത് ചിലപ്പോൾ ദൈവത്തിന്റെ തന്നെ കരമായിരിക്കും. നമ്മളുടെ ശുദ്ധീകരണത്തിനോ നമ്മളുടെ സ്വഭാവം രൂപീകരിക്കുന്നതിനോ നമ്മെ യേശുവിനെ പോലെ ആക്കുന്നതിനോ യേശു ചെയ്ത കാര്യം നമ്മെ കൊണ്ട് ചെയ്യിക്കുന്നതിനോ കർത്താവ് അനുവദിക്കുകയായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുതെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ കാരാഗ്രഹത്തിലായി എന്ന് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം ചെയ്ത കാര്യമാണ് ഇവിടെ നമ്മൾ വായിച്ചത്. തന്റെ ശിഷ്യന്മാരെ അയച്ചിട്ട് ചോദിക്കുകയാണ്, വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. അപ്പൊ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. യേശു തന്നെ പറഞ്ഞു, ഏലിയാവിന്റെ ആത്മാവോടുകൂടെ ഒരുവൻ വരും. ഏലിയാവ് വന്നു കഴിഞ്ഞു. അവർക്കെല്ലാം മനസ്സിലായി, യോഹന്നാൻ സ്നാപകൻ ഏലിയാവിന്റെ ആത്മാവോട് അതുപോലെ പ്രവർത്തിക്കുവാൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്. അദ്ദേഹത്തിന്റെ വസ്ത്രം പോലും അതുപോലെയുള്ളതായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ. എന്നാൽ ഈ ഏലിയാവിനെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ ഏലിയാവിന് എന്ത് സംഭവിച്ചു? ഏലിയാവിന്റെ ആത്മാവിനെ പോലെയുള്ള ആത്മാവുള്ള യോഹന്നാൻ സ്നാപകന് എന്ത് സംഭവിച്ചു? ഏലിയാവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പഴയ നിയമത്തിലെ ശക്തനായൊരു പ്രവാചകനായിരുന്നു. ആഹാബും ഇസബേലും ഭരിച്ചുകൊണ്ടിരുന്ന കാലയളവിൽ ഇസ്രായേലിൽ വിഗ്രഹാരാധന ഇൻട്രൊഡ്യൂസ് ചെയ്ത് ജനത്തെ പാപവഴികളിലേക്ക് നടത്തുന്ന ദൈവത്തിന്റെ പ്രവാചകന്മാരെ കൊന്നുകളയുന്ന ആ പ്രവണത കണ്ടപ്പോൾ ഏലിയാവ് ശബ്ദമുയർത്തി അതിനെതിരായിട്ട് സംസാരിച്ചു. ഇനി ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല എന്ന് അദ്ദേഹം ശക്തമായി പറഞ്ഞു. ഉടനെ അടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് ആഹാബിന്റെ ഭാര്യ രംഗത്ത് വരുന്നതാണ്. അവളുടെ പേര് ഇസബേൽ എന്നാണ്. അവൾ തീരുമാനിച്ചു, ഇനിയും ഇവനെ കൊണ്ട് ഞാൻ സംസാരിപ്പിക്കത്തില്ല. ഇവൻ എന്റെ പ്രവാചകന്മാർക്കെതിരായിട്ട് സംസാരിച്ചില്ലേ, അവരെ നശിപ്പിക്കുവാനായിട്ട് ഇവൻ പ്രവചിച്ചില്ലേ, ഇവൻ പറഞ്ഞില്ലേ, ഇവനെ ഞാൻ ഇനിയും സംസാരിപ്പിക്കത്തില്ല. അവൾ ആഹാബിനെ കൊണ്ട്
തന്ത്രങ്ങൾ ഉണ്ടാക്കി കത്ത് എഴുതിച്ച് അവളുടേതായ പദ്ധതികൾ ക്രമീകരിച്ച് ഏലിയാവിനെ കൊല്ലാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ പേടിച്ച് മരണഭീതിയിൽ ഏലിയാവ് ഓടിപ്പോയി ചൂരച്ചെടിയുടെ കീഴിൽ കിടന്ന് കരഞ്ഞതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതേ കാര്യത്തെക്കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് എന്താണ്? ഈ ഏലിയാവിനെ ആ നിലയിൽ നശിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചതായ ആ ഇസബേലിനെ കുറിച്ച് തുയത്തൈര സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം, എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്നുവാനും തന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നെന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ ഈ ഇസബേലിനെ കുറിച്ചൊരു ആത്മാവിനോട് സാദൃശ്യപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇസബേലിന്റെ ആത്മാവ്. തുയത്തൈര സഭ അതിന് അനുവദിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്താണ് ഈ ഇസബേലി ചെയ്തത്? പ്രവാചകനായ ഏലിയാവിന്റെ പ്രവചനം നിർത്തുവാനും അവനെ നശിപ്പിക്കുവാനും അവൾ വെല്ലുവിളിച്ചു. യോഹന്നാൻ സ്നാപകനെ അവൾ എന്താണ് ചെയ്തത്? യോഹന്നാൻ ഏലിയാവിന്റെ ആത്മാവോടുകൂടെ വന്ന ഈ യോഹന്നാൻ സ്നാപകനെതിരായിട്ട് ഹേരോദ്യ പറഞ്ഞത് എന്താണ്? അവന്റെ തല ഒരു താലത്തിൽ എടുക്കണ കാര്യം. ഇനിയും തലയുണ്ടെങ്കിലേ വായുള്ളല്ലോ, സംസാരിക്കാൻ പറ്റത്തുള്ളല്ലോ. ഇനിയും അവൻ പാപത്തിനെതിരായിട്ട് സംസാരിക്കുവാൻ അവനെ ഭൂമിയിൽ വെച്ചേക്കുവാൻ പാടില്ല. ഏലിയാവിനെതിരായിട്ട് പ്രവർത്തിച്ച ആ ഇസബേലിന്റെ ആത്മാവ് തന്നെയാണ് ഏലിയാവിന്റെ ആത്മാവോടുകൂടെ പ്രവർത്തിച്ച യോഹന്നാൻ സ്നാപകന്റെയും തലവെട്ടുവാനായി പിന്നിൽ പ്രവർത്തിച്ചതായ ശക്തി. ഇസബേലിന്റെ ആത്മാവിന്റെ പ്രത്യേകത എന്താണ്? നാം ആ രാജാക്കന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കുവാൻ കഴിയും. അവൾ മുടി ചീകി, കണ്ണെഴുതി, ആകർഷണീയമായ വസ്ത്രങ്ങൾ ധരിച്ച് പുരുഷന്മാരെ ആകർഷിക്കുവാനായിട്ട് ശ്രമിച്ചവളാണ്. ദുർനടപ്പ് ആചരിക്കുവാൻ ഉപദേശിച്ചവരെന്നാണ് അവളെക്കുറിച്ച് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? സൺഡേയിൽ ശക്തമായി ദൈവത്തെ ആരാധിച്ച ശേഷം വൈകിട്ട് നല്ല മൂവി കാണുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നതായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് മനസ്സിലാക്കണം, അതിന്റെ പേരാണ് ഇസബേലിന്റെ ആത്മാവ്. കുഴപ്പമില്ല, ആത്മീയ കാര്യങ്ങളും നടത്തും, അതോടുകൂടെ ലോകപ്രകാരമുള്ള പാവജീവിതവും നയിക്കാമെന്ന് ചിന്തിക്കുന്നെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇസബേലിന്റെ ആത്മാവാണ്. ഇസബേൽ എന്ന് പറയുന്ന ഒരു പ്രവാചകി എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒരു ജെൻഡറാണ്, ലേഡിയാണെന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കരുത്. ദ സ്പിരിറ്റ് ഓഫ് ഇസബേൽ എന്ന് പറയുന്നതിന് ദർ ഇസ് നോ ജെൻഡർ ഫോർ ദിസ് സ്പിരിറ്റ്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഈ ആത്മാവ് വ്യാപരിക്കാം. ഇതിന്റെ പ്രത്യേകത കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ ഇസബേൽ എന്ന വേർഡിന്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് നോ കോഹാബിറ്റേഷൻ, ഒന്നിച്ച് ജീവിക്കുവാൻ അനുവദിക്കത്തില്ല എന്നാണ് അതിന്റെ ആ വേർഡ് മീനിങ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്തുകൊണ്ടാണ്? അൺലെസ് ഷീ കനോട്ട് കൺട്രോൾ ആൻഡ് ഡോമിനേറ്റ് എ റിലേഷൻഷിപ്പ് ഷീ വിൽ നോട്ട് സ്റ്റേ ടുഗദർ. ഈ ആത്മാവ് ഒരു വ്യക്തിയിൽ വ്യാപരിച്ചാൽ അവർക്കൊരിക്കലും ഒന്നിച്ച് ജീവിക്കുവാൻ സാധിക്കത്തില്ല. ഹസ്ബൻഡ് വൈഫ് ആണെങ്കിൽ ഒന്നിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതനുസരിച്ച് എന്റെ കൺട്രോളിൽ നീ ആയിരിക്കണം. അത് ചില കാര്യങ്ങളുടെ സാധ്യത്തിന് വേണ്ടി ആയിരിക്കും, അല്ലെങ്കിൽ ഒരിക്കലും അവൾ ഒന്നിച്ച് ജീവിക്കത്തില്ല. ഒരു കൂട്ടായ്മയിൽ നിൽക്കത്തില്ല. കാര്യം ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു സ്റ്റേ കോഹാബിറ്റേഷൻ. ഒരുമിച്ച് ആളുകളുമായി സഹകരിക്കുവാൻ ഒരിക്കലും
അനുവദിക്കത്തില്ല. കൺട്രോളിങ് സ്പിരിറ്റ് ആണ്, എപ്പോഴും എല്ലാവരെയും കൺട്രോൾ ചെയ്യണം. ദൈവവചനം പറയുന്നതിനെതിരാണ്. ദൈവവചനമൊന്നും വേണ്ട, നമുക്ക് ഈ വർഷിപ്പ് മാത്രം മതി എന്ന് പറഞ്ഞു വചനത്തിന് പ്രാധാന്യം കൊടുക്കാതെ ഇരിക്കുന്നത് ഇസബേലിന്റെ സ്പിരിറ്റ് ആണെന്നാണ് എന്റെ പൂർണ്ണമായ വിശ്വാസം. കാര്യം ഏലിയാവിന്റെ ശബ്ദമടയ്ക്കുവാൻ, യോഹന്നാൻ സ്നാപകന്റെ ശബ്ദമടയ്ക്കുവാൻ, വചനത്തിനെതിരായി പ്രവചനത്തിനെതിരായിട്ട് പ്രവർത്തിച്ചതായ ആ ഇസബേലിന്റെ ആത്മാവ് തന്നെയാണ് ഇന്നും ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ കൺട്രോൾ ചെയ്യുക. ഇനിയും പല കുടുംബങ്ങളിലും ഉള്ള പരാജയം എന്താണ്? പല കുടുംബങ്ങളുടെയും ഡിവോഴ്സിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ ഇസബേലിന്റെ ആത്മാവാണ്. പലരും ഡിവോഴ്സ് ഒന്നും ആകുന്നില്ലെങ്കിലും അവര് ഒരുമിച്ച് കഴിയുന്നു. അതിന്റെ ഒരു രഹസ്യം ഞാൻ നിങ്ങളോട് പറയാം. പരസ്യമായിട്ട് വാക്കുകൾ പറഞ്ഞ് ഒരു ഭർത്താവിനെ അപമാനിക്കുകയാണെങ്കിൽ പിന്നെ അയാളുടെ പേടി മറ്റുള്ളവർ മുമ്പിൽ എന്നെ അപമാനിക്കും, അതുകൊണ്ട് ഒന്നും പറയണ്ട, പറയുന്നതെല്ലാം അങ്ങ് കേട്ട് കീഴ്പ്പെട്ട് പോയേക്കാം എന്ന് പറഞ്ഞ് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ആത്മാവെന്ന് പറയുന്നത് ഇസബേലിന്റെ ആത്മാവാണ്. ഇസബേലിന്റെ ആത്മാവിന്റെ പ്രത്യേകത കൺട്രോളിങ് സ്പിരിറ്റ് ആണ്. സഭയിൽ ഒന്നിച്ച് സഹകരിക്കുവാൻ കഴിയാതെ, കുടുംബത്തിൽ ഒന്നിച്ച് സഹകരിക്കുവാൻ കഴിയാതെ, മറ്റുള്ളവരെല്ലാം ഞാൻ പറയുന്നത് കേൾക്കണം, എന്റെ കൺട്രോളിലായിരിക്കണം എന്ന് എന്ന് ചിന്തിക്കുന്നതായ ആത്മാവ്. അതുപോലെ ആത്മീയ ജീവിതവും നടത്താം, ലോകപ്രകാരമുള്ള ജീവിതവും സെക്സ്വലായിട്ടുള്ള കാര്യങ്ങളും കണ്ട് നമ്മൾക്ക് എൻജോയ് ചെയ്യാം എന്ന് വിചാരിക്കുന്ന ആത്മാവ് ഈ ദുർനടപ്പാചരിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ആത്മാവാണ്. അതാണ് യോഹന്നാൻ സ്നാപകന്റെ തലവെട്ടുവാൻ ഹെരോദ്യയിലൂടെ പ്രവർത്തിച്ചതായ ആത്മാവ് എന്നുള്ള കാര്യമാണ് ഞാൻ ഓർപ്പിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മുടെയും ജീവിതത്തിൽ ഇന്നത്തെ നമ്മുടെ സഭകളിലും ഇതേ ആത്മാവ് വ്യാപരിക്കാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ വിവേചിച്ച് അതിന്റെ മേൽ ജയമെടുക്കുന്നില്ല എങ്കിൽ പരാജയം സംഭവിക്കുമെന്നാണ് ഞാൻ ഓർപ്പിച്ചതിന് താല്പര്യം. അടുത്ത് നമ്മൾ കാണുന്ന കർത്താവ് ഈ യോഹന്നാൻ സ്നാപകനെയോ താൻ അയച്ച ശിഷ്യന്മാരെയോ ആരെയും ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. അവരോട് പറഞ്ഞു, നിങ്ങൾ കാണുന്നത് പോയി പറ. കുരുടന്മാർ കാണുന്നു, മുടന്തർ എഴുന്നേൽക്കുന്നു, ഭൂതങ്ങൾ വിട്ടുപോകുന്നു, സുവിശേഷം പ്രസംഗിക്കുന്നു. ഇത് ദൈവരാജ്യത്തിന്റെ പ്രത്യേകതകളാണ്. ഈ കാര്യങ്ങൾ നടക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. ഇത് നിങ്ങൾ ചെന്ന് പറയുമ്പോൾ യോഹന്നാനും മനസ്സിലാകും ഞാൻ ആരാണെന്ന്. യോഹന്നാൻ അത് മനസ്സിലായി. ദൈവമക്കളെ, ഈ ഇസബേലിന്റെ ആത്മാവ് വ്യാപരിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? വലിയ സംശയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ദൈവം അയച്ചവനാണ് യോഹന്നാൻ സ്നാപകൻ, കർത്താവിന് വഴിയൊരുക്കുവാൻ ശക്തമായി പ്രസംഗിച്ചവനാണ്. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ അനുഭവങ്ങളെല്ലാം അങ്ങ് മറന്ന ശേഷം ചോദിക്കുക, വരുവാനുള്ളവൻ നീ തന്നെയാണോ, ഞങ്ങൾ വേറൊരുത്തനെ കാത്തിരിക്കണമോ? ഇതാണ് ഈ ഇസബേലിന്റെ ആത്മാവ് വ്യാപരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് നമ്മൾ മറക്കുവാനിടയാകും. നമ്മുടെ ജീവിതത്തിൽ ഭയം വരുവാനിടയാകും. ഏലിയാവിന്റെ ജീവിതത്തിൽ ഈ ആത്മാവ് ഇത് പ്രവർത്തിച്ചപ്പോൾ, അവനെതിരായി പ്രവർത്തിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ജീവിക്കണമെന്നുള്ള ആശ പോലും നശിച്ചു. എനിക്കിനിയും മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് മരിക്കുവാനായിട്ട് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണത്? ഇസബേലിന്റെ ആത്മാവിന്റെ പ്രവൃത്തിയാണ് അദ്ദേഹത്തെ ആ നിലയിലാക്കിയത്. നമ്മുടെ ജീവിതത്തിൽ ഈ ഇസബേലിന്റെ ആത്മാവിന്റെ ആ ഇൻഫ്ലുവൻസ് ഉണ്ടാകാതെ വിശുദ്ധ ജീവിതം കാത്തു സൂക്ഷിക്കുവാൻ നാം കടപ്പെട്ടവരാണ്. നാം വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, സ്ത്രീ പ്രസവിച്ച ആൺകുട്ടിയെ വിഴുങ്ങുവാൻ മഹാസർപ്പം വാ തുറന്നു, വെള്ളം ഒഴുക്കിയെന്നാണ് നമ്മൾ വായിക്കുന്നത്. ഭൂമി വായ് വിളർന്നു വെള്ളം ഒഴുക്കിയെന്ന്. എന്നാൽ ആ ആൺകുട്ടിയെ സ്വർഗത്തിൽ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലെയാണ് ഇന്നും ഈ പൈശാചിക ശക്തികൾ. വെള്ളം ഒഴുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ വാക്കുകളാണ്. വാക്കുകളിലൂടെ അല്ലെങ്കിൽ കഥകളിലൂടെ അല്ലെങ്കിൽ ഭാവനകളിലൂടെ മൂവീസിലൂടെ ശബ്ദം, വെള്ളം പോലെ ശബ്ദം ഒഴിക്കുക. എന്തിനാ? അഭിഷക്തന്മാരെ അല്ലെങ്കിൽ ആൺകുഞ്ഞിനെ വിഴുങ്ങുവാൻ പ്രവർത്തിച്ചതുപോലെ വിശുദ്ധന്മാരെ പോലും മലിനപ്പെടുത്തുവാൻ, തെറ്റിക്കുവാനായിട്ട് വെള്ളം ഒഴുക്കുന്നത് പോലെ സാത്താന്യ ശക്തികൾ അതിന്റെ സ്വഭാവങ്ങൾ കഥകളിലൂടെ, മൂവികളിലൂടെ, ടിവിയിലൂടെ, പല സ്റ്റോറികളിലൂടെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നുള്ള വിടുതൽ എങ്ങനെ കിട്ടും?
കുട്ടി ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. മഹാസർപ്പത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഒറ്റ മാർഗം ദൈവസന്നിധിയെ അഭയം പ്രാപിക്കുക. എങ്ങനെ? വചനധ്യാനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ ദൈവസന്നിധിയെ അഭയം പ്രാപിക്കുമ്പോൾ നമുക്ക് ഈ ശക്തിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ കഴിയും. അതിനായിട്ട് ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ദൈവഹിതമെങ്കിൽ അടുത്ത കാര്യങ്ങൾ നമുക്ക് തുടർന്ന് ഉള്ള ക്ലാസ്സുകളിൽ ചിന്തിക്കാം. ദൈവം നമ്മെ ആശീർവദിക്കട്ടെ. പ്രിയ കർത്താവേ, ഈ നല്ല രാത്രിക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഇന്നും ദൈവവചനത്തിന് മുമ്പിൽ ആയിരിക്കാനിടയായല്ലോ. ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധയോടെ ഇത് കേൾക്കുവാനുള്ള മനസ്സ് എല്ലാവർക്കും നൽകണമേ. മുടങ്ങാതെ ഈ ബൈബിൾ സ്റ്റഡി അറ്റൻഡ് ചെയ്യുവാൻ ജനത്തിന് താല്പര്യം കൊടുക്കണമേ. മഹത്വമെല്ലാം കർത്താവ് നൽകുകയാണ്. ഇത് ഷെയർ ചെയ്യുവാൻ എളിയവനായ എന്നെയും നീ ബലപ്പെടുത്തിയതിനായി ഞാൻ ആയിരം നന്ദി പറയുന്നു. സകല മഹത്വവും കർത്താവിന് നൽകുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.